അപ്പൊ ചിറ്റപ്പൻ ശരിക്കും ഷെയർ ചോദിച്ചാ? അത് പിന്നെ ഞാൻ ഈ ചെറുതായിട്ടൊന്ന് ഷെയറിനെ കുറിച്ച് സൂചിപ്പിച്ചു. അതിനാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. ചെറുതായിട്ട് ഷെയറിന്റെ കാര്യത്തൊന്ന് സൂചിപ്പിച്ചല്ലേ? മക്കളെ, അതിന് അങ്ങനെ ഒരു അർത്ഥമില്ല. അതായത് അവളില്ലേ, നിങ്ങൾ കുഞ്ഞമ്മ, 5 കുഞ്ഞ, അവൾ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അതിൽ കാര്യമില്ലാതില്ല. അങ്ങനെ വന്നപ്പോൾ എനിക്ക് തലവേദന എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, പതുക്കെ ഞാൻ അമ്മയുടെ അടുത്ത് ഈ കാര്യം സൂചിപ്പിച്ചു. അമ്മ നേരെ അച്ഛൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഇതെങ്ങനെ യവ അറിഞ്ഞതും തുടങ്ങിയില്ലേ, പിന്നെ എനിക്ക് തലവേദനയോട് തലവേദന. എന്താ മോനെ സുരേന്ദ്ര? അമ്മൂമ്മ സംഭവം എന്താന്ന് വെച്ചാലേ, കുഞ്ഞമ്മ ഇല്ലേ, നമ്മുടെ അമരവളയിലെ കുഞ്ഞമ്മയോ? ആ കുഞ്ഞമ്മ അല്ല, ചിറ്റപ്പന്റെ ഭാര്യ കുഞ്ഞമ്മ. കുഞ്ഞമ്മ ഇടയ്ക്കിടയ്ക്ക് ചിറ്റപ്പനെ വിട്ടിട്ട് ഈ സ്വത്തിന്റെ കാര്യം സംസാരിപ്പിക്കൂന്ന്. അങ്ങനെ സഹി ഇട്ടിട്ട് ചിറ്റപ്പൻ അമ്മൂമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞു. അമ്മൂമ്മ എന്ത് ചെയ്ത് നേരെ അപ്പൂപ്പന്റെ അടുത്ത് കാര്യം പറഞ്ഞു. അവര് രണ്ടുപേരും കൂടെ നേരെ അച്ഛന്റെ അടുത്ത് കാര്യം പറഞ്ഞു. അവസാനം ചിറ്റപ്പന് സ്വത്ത് കിട്ടിയില്ല, അച്ഛൻ്റെ നല്ല അടി കിട്ടി. മോളെ, നീ അങ്ങ് പൊലിപ്പിച്ച് പറഞ്ഞു കളഞ്ഞല്ലാടി. ഞാൻ ഇതൊന്നും പറഞ്ഞില്ലല്ലേ. സംഭവം ഏതാണ്ടൊക്കെ ഇതൊക്കെ തന്നെയല്ലേ നടന്നത് അവിടെ. ലച്ചു, എനിക്ക് ഒന്നുമേ പുരിയല. നീ ഒരു വാട്ടി തമിഴില് ചൊല്ലിത്തറിയാ? മലയാളം തന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ് പറഞ്ഞത്. ഇനിയാണ് ഞാൻ തമിഴ് പറയാൻ പോണേ. സുരേന്ദ്ര, നീ ഒന്ന് തെളിച്ച് പറ. അത് തന്നെ, പടം വരപ്പൊക്കെ പിന്നെ ചിറ്റപ്പ പറ. മാമി കേൾക്കണം. പിള്ളേരൊക്കെ വളർന്നു വരല്ലേ. അതുപോലെ എനിക്ക് 2 പെൺപിള്ളേരാണ്. പെൺപിള്ളേരാണെന്നുള്ള കാര്യമൊക്കെ വിട്, ചേട്ടാ കാര്യം പറ. ഗൗരി, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ കയറരുത്. മാമി ഈ പലോഞ്ഞനക്കട നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ലാഭമൊന്നുമില്ല. വലിയ ലാഭമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലാഭം കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ ചോദിച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലാഭം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് വെച്ചിട്ട് നമ്മൾ കുടുംബം നോക്കണ്ടേ? അല്ല ചിറ്റപ്പ, ആ കട ചിറ്റപ്പന്റെ പേരിലല്ലേ എഴുതി തന്നേക്കുന്നത്? ആണ് ആണ് അല്ലെന്ന് ഞാൻ പറഞ്ഞോ ഞാൻ അല്ലെന്ന് പറഞ്ഞ ആ കട എൻ്റെ പേരിൽ തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ മാമി അവിടുത്തെ പിള്ളേരെ പഠിത്തം നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അതിനെല്ലാം കൂടി ഈ ചെറിയൊരു കടയിലേ ഉള്ളൂ. അതിന്റെ വരുമാനം വെച്ച് എന്ത് ചെയ്യാൻ? അതിപ്പോ എല്ലാ സാധാരണ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ. കൊച്ചുങ്ങളുടെ പഠിത്തവും വീടൊക്കെ ചിറ്റപ്പം തന്നെ നോക്കണം. അതൊക്കെ ശരി തന്നെ. അങ്ങനെയാണെങ്കിൽ കൺമണിക്ക് ഒരു മാസം എത്ര രൂപ ചെലവാകുന്നു പറ. കനകം പറ എത്ര രൂപ ചെലവാകുന്നു പറ. കൺമണി ഇങ്ങത്താനെ പഠിക്കറാ, അവളെ കൂടെ കൂട്ടിട്ട് വരക്കൂടാതാ? കനകം, ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഇടയിൽ കയറി ഇടപെടരുത് കേട്ടല്ല. അപ്പൊ ഞാൻ എവിടെ പറഞ്ഞിട്ടെ കൺമണിക്ക് ഒരു മാസം എത്ര പൈസ ചെലവാകുന്നു? അത് തന്നെ മക്കളെ. അതുപോലെ മാമി, നമുക്ക് ആർക്കെങ്കിലും ഒരാളിന് അസുഖം വന്നു കഴിഞ്ഞാൽ ആ മാസത്തെ കണക്കൂട്ടൽ മൊത്തം തകിടം മറിയും. അതിപ്പോ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും തകിടം മറിയില്ലേ. പിന്നെ സാധനങ്ങളുടെ വിലയേറ്റ കാരണം മനുഷ്യരോട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതൊക്കെ ചിറ്റപ്പം പറഞ്ഞത് ശരി. പക്ഷെ സാധാരണ വീടുകളൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോണ എല്ലാവരും. ആണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുള് മോക്ക് മനസ്സിലായ? അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചോദിച്ചത്. എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഇപ്പൊ മനസ്സിലായ? അതിനാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. ചേച്ചി, ഇതൊരു കരിഞ്ഞ മണം. അടുപ്പത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മ പെട്ടെന്ന് ഓഫ് ചെയ്ത്. ഞാൻ ഇത്രയും വലിയ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, 2 ഉണക്ക മീന് കരിഞ്ഞെന്ന് പറഞ്ഞ് എല്ലാം കൂടെ അങ്ങോട്ട് പോയിക്കുന്നു. ഇതെന്തോ ഇതെങ്ങനെ ശരിയാവും? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.